ഹലോ ഗൈസ്, വി ആർ ബാക്ക് വിത്ത് യെറ്റ് അനദർ ട്രെയിലർ റിയാക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ആം നോബഡി സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ വരാൻ പോകുന്നതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആയിരിക്കും എന്നാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ സുപ്രിയ പ്രൊഡക്ഷൻ, E4 എൻ്റർടൈൻമെൻറ്റ് ഇവരുടെയൊക്കെ ബാനറിലാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അധികം ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് ജസ്റ്റ് ട്രെയിലറിലോട്ടേക്ക് കാണാം ഗൈസ്. രാജുവിന്റെ കയ്യിൽ രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ? എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ ദേഹത്തുണ്ടോ? പകുതിയാക്കണ്ട, മൊത്തമായിട്ട് തന്നേക്കാം. രാജീവൻ സാറല്ലേ? പാർവതിയൊക്കെ ഉണ്ട് അല്ലേ? സാർ SP ഓഫീസർ എന്ന് പറഞ്ഞായിരുന്നു. രാജുവിന് ഏത് ബാങ്കിലേക്ക് സംഭവമായിരിക്കുമല്ലോ. SSB ഗുൽഷനോ? അവിടെ തന്നെ. പിന്നെ എന്തിനാ രാജീവൻ എന്ന ISFC ബാങ്കിൽ പോയത്? ഈ പറഞ്ഞ രാജീവൻ ഇത് ആദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്. ഇതിന് മുന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് ഞങ്ങൾ പോലീസുകാർ പെട്ടുപോലോ. എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് എടാ, ബാങ്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൈസ വെക്കുന്ന സേഫ് ആണോ? ഞങ്ങൾ പിന്നെ അമ്മരെ ചേസ് ചെയ്ത് 2 ദിവസമായിട്ട് ഉമ്മാരുടെ പുറകെ നടക്കുക സാറേ. ഓഫീസിലൊക്കെ പരാതിയില്ല, വീട്ടിൽ കയറാൻ വന്ന് അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം. പക്ഷെ എങ്ങനെ കറക്റ്റ് ചെയ്യുന്ന നീ പറയുന്നേ? നിന്റെ ഈ മിസ്റ്റേക്ക് ഇല്ലേ, ഇത് ഇവിടുത്തെ പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എന്റെ വലിയ ഈക്വൽ റോൾ എന്തായാലും പാർവതിക്ക് ഉണ്ടാവും. അത് മീരയ്ക്കും അറിയാവുന്ന കാര്യമാണ്. രാജീവിനൊന്നും പറയാനില്ലേ സർ? അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറ. മനസ്സ് പറയുന്ന പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായിരുന്നു. 2 പക്ഷെ വേറെ ലെവലായിരിക്കണം. സംഭവമൊക്കെ നന്നായിട്ടുണ്ട്. അപ്പൊ ജൂലൈ 9 ഐ ആം നോബഡി പടം വരുന്നുണ്ട് മക്കളെ. അത് തന്നെ. അങ്ങനെ നമ്മുടെ ട്രെയിലർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഹാൻഡ് അപ്രോച്ച് പറയുകയാണെങ്കിൽ വെരി ഗുഡ് ട്രെയിലർ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ആ ട്രെയിലർ കട്ടും കാര്യങ്ങളെല്ലാം വെൽ ഡൺ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. എഡിറ്റിങ്ങും കിഡിലിനായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റണ്ടും കാര്യങ്ങളും, അതുപോലെ തന്നെ ഓരോ ആക്ടേഴ്സിൻ്റെ മേക്കപ്പ്, ഗെറ്റപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ, കോസ്റ്റ്യൂം, ആ പരിപാടികൾ എല്ലാം കൊണ്ട് ഒരു വൃത്തിയുണ്ട് കാണുമ്പോൾ. ഒരു നല്ലൊരു മലയാളം സിനിമ ആയിരിക്കാനാണ് സാധ്യത. നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും പുള്ളിയുടെ അടുത്ത കാലത്ത് വന്ന സിനിമകൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു പ്രോമിസിങ് പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഇതിലുള്ള കാസ്റ്റിംഗ് ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പൃഥ്വിരാജ്, സുപ്രിയ നമ്മുടെ പാർവതീനെ പോലെയുള്ള ആൾക്കാരൊക്കെ വെറുതെ ഒരു കമേഴ്ഷ്യൽ പടത്തിൽ വന്നിട്ട് തലവെക്കില്ല. എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നുണ്ട്. നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള റോളൊക്കെ ആണെങ്കിൽ അവരൊക്കെ വന്നിട്ട് ഒരു സിനിമയിൽ വന്നിട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. സിംഗിൾ ഹാൻഡഡ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൂവീസ് മാത്രം ലീഡ് റോളിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് പാർവതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്തായാലും വെയിറ്റിംഗ് ഫോർ ഇറ്റ്, അത്രേ പറയാനുള്ളൂ. ഫ്രം എ നോബഡി.